KSRTC ബസ് സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് എങ്ങനെ അറിയാം എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരുപാട് ആളുകൾക്ക് ആ ഒരു വീഡിയോ പ്രയോജനം ചെയ്തിട്ടുണ്ട്. കുറച്ച് പേർ കമന്റിൽ അറിയിച്ച ഒരു കാര്യമുണ്ട്, അതായത് ട്രെയിൻ വിവരങ്ങൾ നമുക്ക് ഇങ്ങനെ അറിയാൻ സാധിക്കുമോ എന്ന്. തീർച്ചയായിട്ടും സാധിക്കും. ഒരു കിഡിലൻ ആപ്ലിക്കേഷൻ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരാം. ട്രെയിൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് ഇതിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. നമുക്കിപ്പോൾ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യണം എന്ന് വിചാരിക്കുക. നമ്മൾ എവിടെ നിന്നാണ് പുറപ്പെടുന്നത്, എവിടെയാണ് നമുക്ക് എത്തേണ്ടത്, അതൊക്കെ നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടത്തേക്ക് എത്രത്തോളം ട്രെയിനുകളുണ്ട്, ഏത് സമയത്താണ് പുറപ്പെടുന്നത്, ഏതാണ് ട്രെയിൻ നമ്പർ, ഏതാണ് ട്രെയിനിന്റെ പേര്, എല്ലാം നമുക്ക് അതിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും. ട്രെയിൻ ടിക്കറ്റ് നമുക്ക് ഇതിലൂടെ ബുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ഒരു സുഹൃത്ത് നമ്മളെ തേടി മറ്റൊരു സ്ഥലത്ത് നിന്ന് വരികയാണെന്ന് വിചാരിക്കുക. അദ്ദേഹം എടുത്ത ടിക്കറ്റിന്റെ PNR നമ്പർ നമുക്ക് നൽകുകയാണെങ്കിൽ അത് നമ്മൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ട്രെയിനിനാണ് അദ്ദേഹം വരുന്നത്, എവിടെ എത്തി, ഏത് സമയത്താണ് നമ്മളുടെ ആ ഒരു സ്റ്റേഷനിലേക്ക് എത്തുക എന്നൊക്കെ ലൈവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ട്രെയിനിൽ നിങ്ങൾ ഉറങ്ങുന്ന പരിപാടിയുള്ള ആളാണെങ്കിൽ നമുക്ക് അതിൽ അലാറം സെറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ അലാറം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്ന ആ ഒരു സ്റ്റേഷനിൽ എത്തുമ്പോൾ തന്നെ അലാറം അടിച്ച് നമ്മളെ ഉണർത്തി തരികയും ചെയ്യും. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്താലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വൈൽ യൂസിംഗ് ദ ആപ്പ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ ഡോണ്ട് അലോ കൊടുത്താൽ മതി. ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ മലയാളം തന്നെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ ഡോൺ അലോ കൊടുത്താൽ മതി. ഇവിടെ സബ്മിറ്റ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തീം സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ സിസ്റ്റം ഡിഫോൾട്ട് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം സംരക്ഷിക്കുക എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. താഴെ PNR അതുപോലെ തന്നെ ടിക്കറ്റുകൾ എന്ന് കാണാൻ സാധിക്കും. PNR നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ട്രെയിൻ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ടിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട PNR നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ട്രെയിന് എവിടെയാണ് ഇപ്പോൾ ഉള്ളത്, എവിടത്തേക്കാണ് പോകുന്നത്, എത്ര മണിക്ക് നമ്മുടെ സ്ഥലത്തേക്ക് എത്തിച്ചേരും എന്നെല്ലാം നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് ടിക്കറ്റിൻ്റെ കാര്യം ഒന്ന് നോക്കാം. ഞാനിപ്പോൾ അതിൽ നിന്ന് ബാക്ക് വരാണ്. അതിനുശേഷം ടിക്കറ്റുകൾ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ നിങ്ങൾക്ക് എവിടെ നിന്നും എവിടത്തേക്ക് പോകുന്ന ടിക്കറ്റാണ് എടുക്കേണ്ടത് ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ കണ്ണൂരിൽ നിന്നും കോഴിക്കോടേക്ക് പോകുന്ന ടിക്കറ്റാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഡേറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഏതാണ് ഡേറ്റ് വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇന്നത്തെ ഡേറ്റ് തന്നെയാണ് ഇവിടെ സെലക്ട് ചെയ്തത്. ഇവിടെ ജനറൽ കോട്ട എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് തത്കാൽ അല്ലെങ്കിൽ ലേഡീസ് അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ജനറൽ കോട്ട തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം കൺഫേം ടിക്കറ്റ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഡേറ്റിലുള്ള എല്ലാ ട്രെയിനുകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഏത് ട്രെയിനാണ് നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടത് ഇവിടെ സെലക്ട് ചെയ്യുക. സീറ്റ് ഉണ്ടെങ്കിൽ അവിടെ അവൈലബിൾ എന്ന് കാണിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ചോദിക്കും. ആ പേയ്മെൻറ്റിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങളുടെ ഗൂഗിൾ പേ ഓപ്പൺ ആകും. അവിടെ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഒരു കോപ്പി നിങ്ങൾക്ക് മൊബൈലിൽ സൂക്ഷിക്കാനും സാധിക്കും. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ട്രെയിൻ വിവരം ലൈവായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ആ ഒരു ട്രെയിൻ ഇപ്പോൾ എവിടെ നിന്ന് എവിടത്തേക്ക് പോകുന്ന ട്രെയിൻ വിവരമാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ട്രെയിനുകൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ട്രെയിനുകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഏതെങ്കിലും ഒരു ട്രെയിൻ ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ ഒരു ട്രെയിൻ സെലക്ട് ചെയ്തു. ആ ഒരു ട്രെയിൻ ഏതൊക്കെ സ്റ്റേഷൻ ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ അലാറം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് എത്ര മിനിറ്റ് മുമ്പാണ് അലാറം അടിയേണ്ടത് അത് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഇവിടെ ഏത് സ്റ്റേഷനിൽ എത്തുമ്പോഴാണ് നിങ്ങൾക്ക് അലാറം അടിയേണ്ടത്, ഞാനിപ്പോൾ കോഴിക്കോട് തന്നെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലക്ഷ്യസ്ഥാനം അലാറം എന്ന ഭാഗം സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പെർമിഷൻ ചോദിക്കും. ആ ഒരു പെർമിഷൻ നോട്ടിഫിക്കേഷൻ്റെ പെർമിഷനാണ്, അത് അലോ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ബാക്ക് വരിക. വീണ്ടും ലക്ഷ്യസ്ഥാനം അലാറം എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് മറ്റൊരു പെർമിഷൻ കൂടി ഇവിടെ അനുമതി കൊടുക്കുക. താഴെ അനുമതി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആപ്ലിക്കേഷൻ്റെ പേര് കാണാൻ സാധിക്കും. അവിടെ ഓഫിലായിരിക്കും ഉണ്ടാകുക, അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. ഇവിടെ
ലക്ഷ്യസ്ഥാനം എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ലക്ഷ്യസ്ഥാനം അലാറം സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സഞ്ചരിക്കുന്ന ആ ഒരു ട്രെയിൻ, ഇപ്പോൾ കോഴിക്കോടാണ് ഞാൻ സെലക്ട് ചെയ്തത്, അവിടെ എത്തുന്നതിന് 10 മിനിറ്റ് മുമ്പ് നിങ്ങൾക്ക് അലാറം അടിച്ച് അറിയിക്കും. അവിടെ ഒരു അലാറത്തിൻ്റെ സിമ്പിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉറങ്ങിപ്പോയാലും ഈ ഒരു അലാറം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ വിളിച്ചുണർത്തുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരുപാട് നല്ല നല്ല ഫീച്ചറുകളുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇത്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കുക. ഈ ഒരു വീഡിയോ ട്രെയിൻ യാത്രക്കാർക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.